പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. സാധാരണഗതിയിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ബാലികേറ മലയായി നിൽക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടാണ്. ഞങ്ങൾക്ക് ഗ്രാമർ അറിയില്ല. ഗ്രാമർ അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ഒട്ടുമിക്ക കുട്ടികളും പറയാറുണ്ട്. ഇവരെ എങ്ങനെ സഹായിക്കണം എന്നാലോചിച്ചപ്പോഴാണ് ഗ്രാമർ മെയ്ഡ് ഈസി എന്നൊരു വീഡിയോ സീരീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഗ്രാമർ പാർട്ട് അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. ശരിക്കൊന്ന് ശ്രദ്ധ വെച്ചാൽ ഗ്രാമറിനെ വളരെ ഈസിയാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രാമർ മെയ്ഡ് ഈസി എന്ന വീഡിയോ സീരീസ്. ഈ സീരീസ് ഒന്നൊഴിയാതെ എല്ലാ വീഡിയോസും കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തിയാൽ മതി. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു ഉറപ്പ് തരാം. നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഈ ഗ്രാമറിനെ നമ്മുടെ പാട്ടിന് കൊണ്ടുവരാൻ കഴിയും. ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്ക് നേടുക എന്നുള്ളത് ഒരു വിദൂരമായ സ്വപ്നമല്ല, നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ഒന്നാണ്. അതിനുവേണ്ടി ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 +2 പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന 4 മാർക്കോളം കിട്ടാവുന്ന ഒരു ചോദ്യം. ചേഞ്ച് ഫ്രം ഡയറക്റ്റ് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അത് കാണുമ്പോൾ തന്നെ അയ്യോ ഇതെനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനോടുകൂടി എന്തെങ്കിലും എഴുതി വെച്ച് ഇറങ്ങിപ്പോരുകയോ ആണ് പലരും ചെയ്യാറ്. എന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ചിനെ നല്ല രീതിക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിനി ഒരിക്കലും റിപ്പോർട്ടഡ് സ്പീച്ചിന് ഒരു മാർക്ക് പോലും കളയില്ല. മാത്രമല്ല, അത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴേ ചാടിക്കയറി അതിനുള്ള ഉത്തരം എഴുതുകയും മുഴുവൻ മാർക്കും ഇങ്ങ് വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. അതിനുള്ള ചില ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു സംഭാഷണം മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് 2 രീതികളുണ്ട്. ഒന്ന്, ഒരാൾ പറഞ്ഞ അതേ സെൻറ്റൻസുകളെ നമുക്ക് കോട്ട് ചെയ്യുന്ന രീതിയിൽ പറയാം. ഒരു മാറ്റവും വരുത്താതെ അതേ വാക്കുകളിലൂടെ നമുക്ക് മറ്റൊരാൾക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് എ റെക്കോർഡഡ് ഓഡിയോ. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. അതായത് സംഭാഷണത്തിൻ്റെ കാതൽ ചോർന്നു പോകാതെ തന്നെ നമ്മുടേതായ വാക്കുകളിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ 2 മെയിൻ വേസ് ഓഫ് റിപ്പോർട്ടിംഗ് വാട്ട് പീപ്പിൾ സേ ഓർ ഹാവ് സെഡ്. We can use actual words as if recorded by a tape recorder, that is direct speech. We can use our own words to report, that is indirect speech. Look at these examples for direct speech and indirect speech. Sarala said, "My father has a roaring business in Mumbai." Indirect speech, Sarala said that her father had a roaring business in Mumbai. ചില വാക്കുകൾ മാത്രമേ നമ്മളിവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ മാറ്റുന്നുള്ളൂ. ആശയം ചോർന്നു പോകുന്നേ ഇല്ല. ഇതാണ് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും തമ്മിലുള്ള വ്യത്യാസം. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇൻവേർട്ടഡ് കോമാസ് ആർ നോട്ട് യൂസ്ഡ്. ഇൻവേർട്ടഡ് കോമ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. The reported speech is introduced by some conjunction, that, if, whether, what, why, where, which, etc. ഇൻവേർട്ടഡ് കോമയ്ക്കകത്തുള്ള സ്പീച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. The reporting verb changes according to the sense. All kinds of sentences change into assertive ones. വിവിധ തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവും. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഏത് തരം സെൻറ്റൻസുകളും അസേർട്ടീവ് സെൻറ്റൻസുകളായിട്ട് മാറും.
ഇതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി നമ്മളോട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യം എന്താണ്? ചേഞ്ച് ഫ്രം ഡയറക്റ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂൾസ് എന്നൊന്നും കേട്ട് പേടിക്കേണ്ട. ഈ ടീച്ചർ ഇതാ കുറേ റൂൾസൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിലേ ഗ്രാമർ ഇഷ്ടമല്ല, പിന്നെ ഇനിയിപ്പോൾ കുറേ നിയമങ്ങളും കൂടി പഠിപ്പിച്ച് ഞങ്ങളെ പേടിപ്പിക്കല്ലേ എന്ന് വിചാരിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിലാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റൂൾ 1, ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ് ഓർ ഫ്യൂച്ചർ ടെൻസ്, the tense of the verb in the reported speech doesn't change. നോക്കൂ, റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മളതിൻ്റെ വേർബ്സിനെ ഒന്നും തന്നെ മാറ്റേണ്ടതില്ല എന്ന്. എക്സാമ്പിൾ നോക്കുമ്പോൾ നിയമം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. രാജേഷ് സേസ് ഷീ ഹാസ് ബ്രോട്ട് എ ഫെയർ നെയിം ടു ഹെർ ഫാമിലി. ഡയറക്റ്റ് സ്പീച്ചാണ്. രാജേഷ് സേസ്, ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് ഏതാണ്? സേസ്, അതായത് പ്രസൻറ്റ് ടെൻസിലാണ്. അതുകൊണ്ട് നമ്മൾ ഇൻവെർട്ടഡ് കോമയ്ക്കകത്തുള്ള ഒരു വേർബിനെയും മാറ്റണ്ട എന്നാണ് നിയമം. അപ്പോൾ നമ്മളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാക്കി മാറ്റുമ്പോൾ എങ്ങനെ എഴുതും? രാജേഷ് സേസ് ദാറ്റ് ഷീ ഹസ് ബ്രോട്ട് എ ഫെയർ നെയിം ടു ഹെർ ഫാമിലി. ജസ്റ്റ് ഇൻവെർട്ടഡ് കോമയങ്ങ് മാറ്റി എന്നേ ഉള്ളൂ. അതിലെ വേർബിന് യാതൊരു മാറ്റവും വരുത്തിയില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ ഫോർ ദ ചേഞ്ച് ഓഫ് ടെൻസസ്. ഇനി റൂൾ 2, ഇഫ് ദ റിപ്പോർട്ടിംഗ് വേർബ് ഈസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്, ദ വേർബ് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു ദ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ്. റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിപ്പോർട്ടഡ് സ്പീച്ചിൽ എല്ലാ വേർബ്സും കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. എക്സാമ്പിൾ, I said I'm speaking the truth. I said that I was speaking the truth. നോക്കൂ, റിപ്പോർട്ടിംഗ് വേർബ് സെഡ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഐ ആം സ്പീക്കിംഗ് എന്നുള്ളത് കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് മാറുന്നു. അതായത് ഐ ആം സ്പീക്കിംഗ് ചേഞ്ച്ഡ് ഇൻ ടു ഐ വാസ് സ്പീക്കിംഗ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതുപോലെ സെൻറ്റൻസുകളെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരുത്തേണ്ട ടെൻസ് ചേഞ്ചുകളാണ് ഇവിടെ ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റോ? പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി തന്നെ നിൽക്കും. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാഡ് ബീൻ ഡൂയിങ്, അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലായാലും ഡയറക്റ്റ് സ്പീച്ചിലായാലും ഒന്ന് തന്നെയായിട്ട് നിൽക്കും. പിന്നെ വിൽ എന്നുള്ളത് വുഡ് എന്നായിട്ട് മാറും. ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഓക്കെ, മസ്റ്റ് എന്നുള്ളത് ഹാഡ് ടു എന്നാവും. ഹാവ് ടു എന്നുള്ളതും ഹാഡ് ടു എന്നാവും. എക്സാമ്പിൾസ് നോക്കിയാൽ മനസ്സിലാവും. ഹി സെഡ് എവ്രിബഡി മസ്റ്റ് ഒബേ ദ റൂൾസ്. അതെങ്ങനെ മാറുന്നത്? ഹി സെഡ് ദാറ്റ് എവ്രിബഡി ഹാഡ് ടു ഒബേ ദ റൂൾസ്. മസ്റ്റ് എന്നുള്ളത് ഹാഡ് ടു എന്നായി മാറി. ഇനി അടുത്തത് നോക്കൂ. ഷീ സെഡ് ഐ ഹാവ് ടു ഗോ ഹോം. അത് മാറുന്നത് എങ്ങനെയാണ്? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ടു ഗോ ഹോം. ഇനി പ്രധാനമായ മറ്റൊരു മാറ്റം ചേഞ്ച് ഓഫ് പ്രൊനൗൺസ് ആണ്. അതിന് വേണ്ട നിയമങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം നിങ്ങളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചില വാക്കുകൾ ടൈം, പ്ലേസ് ഇവയെ സൂചിപ്പിക്കുന്ന ചില വാക്കുകൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ടുഡേ വിൽ ബി ചേഞ്ച് ടു ദാറ്റ് ഡേ. ഹിയർ വിൽ ബി ചേഞ്ച് ടു ദ. ദിസ്, ദാറ്റ്. ടുമോറോ, ദ നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് വീക്ക്, ദ ഫോളോവിങ് വീക്ക്. യെസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ.
ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. ഇതൊന്ന് നമ്മൾ പഠിച്ചു വെക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. റിപ്പോർട്ടിംഗ് വേർബ് ഏതാന്ന് നോക്കണം. റിപ്പോർട്ടിംഗ് വേർബിനനുസരിച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസുകൾക്ക് മാറ്റം വരും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും 4 സെൻറ്റൻസുകളാണ് ഉള്ളത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഇതിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ സെൻറ്റൻസസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, പോസിറ്റീവ് സെൻറ്റൻസസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ്. ഓക്കെ, ദ സെൻറ്റൻസസ് ദാറ്റ് ടെൽസ് us something and ends with a full stop. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, അതായത് ക്വസ്റ്റ്യൻസ് ദാറ്റ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ കംസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്, shows strong feelings and ends with an exclamation mark. Imperative sentences, ചില സെൻറ്റൻസ് ഉണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്പീക്കർ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ആ സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഷട്ട് അപ്പ്, കേൾക്കുമ്പോഴേ അറിയാം മിണ്ടാതിരിക്കാനാണെന്ന്. ഇറ്റ്സ് എൻ ഓർഡർ. ഓക്കെ, ഗെറ്റ് ഔട്ട്, ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ മീനിങ് നമുക്ക് അവിടെ തന്നെ വളരെ ക്ലിയർ ആണ്. പ്ലീസ് ഗിവ് മീ എ പെൻ, ആ ചോദ്യം കേട്ടാലേ നമ്മളൊരു പെന്ന് കൊടുത്തു പോകും അല്ലേ? അപ്പോൾ അതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളാണ് ഇംപറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 4 തരം സെൻറ്റൻസുകളെ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എന്നാണ്. വളരെ ഈസിയാണ്, നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ആദ്യം തന്നെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, പിന്നീട് നമ്മളൊരു റിപ്പോർട്ടിംഗ് വേർബ് എഴുതുന്നു, അതിനുശേഷം നമ്മൾ കൺജങ്ഷനായ ദാറ്റ് എന്ന് ഉപയോഗിക്കുന്നു. പിന്നീട് ഇൻവേർട്ടഡ് കോമയ്ക്കകത്തുള്ള സെൻറ്റൻസിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊനൗൺസ് ഉപയോഗിക്കുക. പിന്നെ വേർബ്സ് കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. നേരത്തെ പറഞ്ഞെങ്കിൽ കൂടി ഒന്നും കൂടി നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയൊരു പിക്ചർ വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഇവിടെ ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി പഠിക്കുക. ഏതാനും എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കായിട്ട് എങ്ങനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ മാറ്റേണ്ടത് എന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇത് വായിക്കുന്നതോടുകൂടി ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ടു യു. ഓക്കെ, ഇനി വരുന്നത് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2 തരം ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. വൺ ഈസ് WH questions and the other one is yes or no questions. WH questions means questions that start with WH. Where, when, where, what, which, who. ഈ ക്വസ്റ്റ്യൻ വേർഡ്സുമായിട്ട് തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് WH questions എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വിഭാഗം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകിൽ യെസ് ആവും അല്ലെങ്കിൽ നോ എന്നാവും. അതുകൊണ്ടാണ് ഇതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ വാക്കുകൾ വെച്ചാണെന്ന് നോക്കാം. ബി എന്ന വാക്കിൻ്റെ വിവിധ ഫോംസ് ആണ് ഈസ്, ആം, ആർ, വാസ്, വേർ. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ തുടങ്ങുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡു എന്നതിൻ്റെ വിവിധ രൂപങ്ങളുണ്ട്. ഡു, ഡസ്, ഡിഡ്. ഇനി ഹാവ്, ഹാസ്, ഹാഡ്. ഇതിൽ തുടങ്ങുന്നതും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. കൂടാതെ മൊഡാൽ ഓക്സിലറീസ് വിൽ, ഷാൽ, വുഡ്, മേ, മൈറ്റ്, ഇത്തരം മൊഡാൽ ഓക്സിലറീസിൽ തുടങ്ങുന്ന ചോദ്യങ്ങളും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us get into an example. He said to me, where do you live? WH ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട റിപ്പോർട്ടിംഗ് വേർബ് ഒന്നുകിൽ ആസ്ക്ഡ് എന്നാവാം, അല്ലെങ്കിൽ എൻക്വയർഡ് എന്നാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ ഉടനെ തന്നെ കോമ ഒഴിവാക്കുക. എന്നിട്ട് നേരെ ആ WH ക്വസ്റ്റ്യൻ അവിടെ ചേർക്കുകയാണ് വേണ്ടത്. WH ക്വസ്റ്റ്യൻ വേർഡ്, അതായത് വേർ. അപ്പം എങ്ങനെയാവും? ഹി ആസ്ക്ഡ് മീ വേർ
പിന്നെ ചെയ്യേണ്ടത് എന്ന WH ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നേരെ നമ്മളവിടെ സബ്ജക്റ്റാണ് ചേർക്കേണ്ടത്. ഓക്കെ, വേർ ഡു യു ലിവ് എന്നാണ്. അവൻ എന്നോട് ചോദിച്ചു നീ എവിടെയാണ് താമസിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്തായിരിക്കും മാറുക? യു എന്നുള്ളത് ഐ എന്നായി മാറണം. പിന്നെ ഡു ലിവ് എന്നുള്ളത് കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോൾ ലിവ്ഡ് എന്നും ആവും. ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കുക, ഇൻവേർട്ടഡ് കോമയും ഒഴിവാക്കുക. നോക്കൂ, ഹി ആസ്ക്ഡ് മീ വേർ ഐ ലിവ്ഡ്. നൗ ലെറ്റ് us see how to report yes or no questions. When we report yes or no question, we use whether or if. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. സുമ said to me, are you interested in this offer? Suma asked me if I was interested in that offer. എന്ത് ഈസിയാന്ന് നോക്കിയേ അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്കത് എഴുതാനായിട്ട് പറ്റും. ഇഫ് എന്ന് ചേർക്കുന്നു, അതിനുശേഷം വീണ്ടും ഐ എന്ന് ചേർക്കുന്നു, പിന്നെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഇംപറേറ്റീവ് സെൻറ്റൻസസ്. ഇംപറേറ്റീവ് സെൻറ്റൻസസ് പലതരത്തിലുണ്ട്. റിക്വസ്റ്റുകളുണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം വെദർ ഇറ്റ് ഈസ് എ റിക്വസ്റ്റ്, ഓർഡർ ഓർ എ കമാൻഡ്. അപ്പോൾ റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് റിപ്പോർട്ടിംഗ് വേർബായിട്ട് റിക്വസ്റ്റഡ്, കമാൻഡ് ആണെങ്കിൽ കമാൻഡഡ്, ഓർഡർ ആണെങ്കിൽ ഓർഡേർഡ്. പിന്നെ ചെയ്യേണ്ടത് കൊട്ടേഷനകത്തുള്ള ആ ഇംപറേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാവും. ഷട്ടപ്പ് എന്നാണെങ്കിൽ ആ ഇൻവേർട്ടഡ് കോമ മാറ്റിയിട്ട് ടു എന്ന് ആഡ് ചെയ്താൽ മതി. ടു ഷട്ടപ്പ്. ഗെറ്റ് ഔട്ട് എന്നാണെങ്കിൽ ടു ഗെറ്റ് ഔട്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ എ പെൻ എന്നാണെങ്കിൽ ഹി റിക്വസ്റ്റഡ് മീ, പ്ലീസ് എന്നങ്ങ് ഒഴിവാക്കുക. ഹി റിക്വസ്റ്റഡ് മീ ടു ഗിവ് ഹിം എ പെൻ എന്നാക്കുക. ഓക്കെ, ഈ രീതിയിലാണ് ഇംപറേറ്റീവ്സ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. കാരണം അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിപ്പോർട്ടിംഗ് വേർബ് ഉണ്ടാക്കുക. ദെൻ ടു എന്ന് ചേർത്തിട്ട് കൊട്ടേഷൻ ഉള്ളത് നേരെ ഇങ്ങോട്ട് എഴുതുക, കൊട്ടേഷൻ മാറ്റിയാൽ മതി. ഓക്കെ, നൗ കംസ് ദ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഓക്കെ, നമ്മളുടെ സ്ട്രോങ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. ലൈക്ക് ജോയ്, സോറോ, കണ്ടംപ്റ്റ്, റിഗ്രറ്റ്, സർപ്രൈസ് എക്സെട്ര. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ചില എക്സ്ക്ലമേറ്ററി ഫ്രേസസ് ആണ്. ഹുറാ, ഹാ, ബട്ട്, അലാസ്, ഓ, ബ്രേവോ, വാട്ട്, ഓ, ഹൗ, ഇത്തരത്തിലുള്ള എക്സ്ക്ലമേറ്ററി ഫ്രേസസ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വെദർ ദ പേഴ്സൺ മെയ്ഡ് ദിസ് എക്സ്ക്ലമേഷൻ ഔട്ട് ഓഫ് ജോയ്, ആങ്കർ, സോറോ, ഹാപ്പിനെസ് എക്സെട്ര. ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ എളുപ്പമാണ്. An exclamatory sentence, a sign of exclamation after it. ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും, ആശ്ചര്യ ചിഹ്നം. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നതോടുകൂടി എക്സ്ക്ലമേഷൻ മാർക്ക് പോവും. ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് ദ എക്സ്ക്ലമേറ്ററി ഫ്രേസ് ഓഫ് വേർഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ exclaimed with joy, exclaimed with sorrow, exclaimed with regret, etc. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കണക്റ്റീവ് ദാറ്റ് എന്നുള്ളതാണ്. പിന്നെ വേർബ്സ് എല്ലാം കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. നോക്കൂ. ദ ഓൾഡ് മാൻ സെഡ്, അലാസ്, ഐ ഹാവ് ലോസ്റ്റ് മൈ പേഴ്സ്. ഉറപ്പാണത് സങ്കടം കൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? ദ ഓൾഡ് മാൻ എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ. പിന്നീട് നമ്മൾ കണക്റ്റീവായ ദാറ്റ് എന്ന് ചേർക്കുന്നു. പിന്നെ ഐ ഹാവ് ലോസ്റ്റ് മൈ പേഴ്സ് എന്നുള്ളത് എന്താക്കുന്നു? ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് പേഴ്സ് എന്നാക്കുന്നു. കഴിഞ്ഞു. സോ സിമ്പിൾ, സോ ഈസി അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റാത്ത ഒന്നല്ല, വളരെ ഈസിയാണ്. അതിൻ്റെ ചില ചെറിയ ടിപ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ആ ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, കമൻറ്റ് ബോക്സിൽ ഇടുക. മിസ്, എനിക്കിത് മനസ്സിലായില്ല, ഒന്നും കൂടെ പറഞ്ഞു തരുമോ? ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ പ്രകടിപ്പിക്കാം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂട്യൂബ് ലൈവ് നടത്താറുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ ലൈവ് പ്രോഗ്രാമുകളിലൂടെ തീർക്കും എന്നുള്ളൊരു വാക്കും കൂടി തരികയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിന് 4ൽ 4 മാർക്കും വാങ്ങും. ഒരിക്കലും അത്തരം ചോദ്യങ്ങൾ കണ്ടാൽ ടെൻഷൻ ആവില്ല. ഉറപ്പല്ലേ? ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ഗ്രാമർ പാർട്ടുമായിട്ട് ഗ്രാമർ മെയ്ഡ് ഈസിയിലൂടെ. അതുവരേക്കും ബൈ.